ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. അതായത് മോക്കുരുവൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഫേസ് പാക്കായിട്ട് ഇതാ. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില ഇതുപോലെ എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില നോക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ആ മുരിങ്ങയില നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക കേട്ടോ. അതിനുള്ളിലേക്ക് നല്ല കട്ട തൈരിടുക. കട്ട തൈരിൽ കുറച്ച് പുളിയുള്ള തൈരൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ തൈര് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് അരിപ്പൊടി കൂടി ഇടുക കേട്ടോ. അരിപ്പൊടി നല്ല തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് കുറച്ച് 2 തുള്ളി നാരങ്ങാനീര് കൂടി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മുഖത്ത് അങ്ങനെ തേക്കുക കേട്ടോ. മുഖത്ത് തേക്കുമ്പം കഴുത്തിലും ചെവിയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തേക്കാൻ നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് മോക്കുരുവൊക്കെ ഉള്ളവർക്കും പിന്നെ നമ്മുടെ മുഖത്തും അങ്ങനെ പാടുകളൊക്കെ വരുന്നതും ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ എന്താ പറയുന്നത്, നാച്ചുറലായിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് വീക്കിലി 1-2 തവണയൊക്കെ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്ക് അങ്ങനെ തേക്കുന്നതോടെ തന്നെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. നമ്മൾ ആ തേക്കുന്ന ചെറിയ രീതിയിൽ ഒന്ന് മുഖത്ത് പിടിക്കുകയൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ മസാജൊക്കെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്തിലും മുഖത്തും കണ്ണിന് ചുറ്റും ഒക്കെ നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് കൂടി ചെയ്തിട്ട് നമ്മളങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ വീക്കിൽ 1-2 ദിവസമൊക്കെ നമ്മളങ്ങനെ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നന്നായിട്ട് നമ്മൾ ഒരു എന്താ പറയുക 1-2-3 ദിവസമൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേക്കുന്ന എന്താ പറയുക ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും അതിൻ്റെ കുറച്ചൊക്കെ റിസൾട്ട് നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റും. അതല്ലാണ്ട് നമ്മളൊരു ഫേസ് പാക്ക് തേച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് വേറൊരെണ്ണം തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1-2 ദിവസം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതായത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സ്കിൻ നല്ല വാഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് മുഖം സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ ഈ ഫേസ് പാക്ക് അങ്ങനെ ഒരു 10-15 മിനിറ്റിന് ശേഷം ഉണങ്ങിയതിന് ശേഷം അത് കഴുകി കളയുക കേട്ടോ. കഴുകി കളയുന്ന സമയത്ത് നമ്മൾ നല്ല തണുത്ത വെള്ളം എടുക്കുക. ഒരുപാട് തണുത്താവില്ല കേട്ടോ. ജസ്റ്റ് ഒരു തണുത്ത വെള്ളമൊക്കെ എടുത്തിട്ട് മുഖം നന്നായിട്ട് ആ തണുത്ത വെള്ളത്തിൽ അങ്ങനെ കഴുകുക കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നതിന് ശേഷം എന്താ പറയുക ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ആ ഒരു ഇതൊക്കെ മാറിയിട്ട് മുഖക്കുരുവും കുറച്ചൊക്കെ കുറയുന്നതായിട്ട് തോന്നും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിങ്ങനെ ഓയിലി ആയിട്ട് തോന്നിക്കില്ല. അപ്പോൾ ആ ഒരു ഓയിലി ആയിട്ടുള്ള ഇതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. ഇച്ചിരി ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് മുഖം കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.